ഹായ്, ഞാൻ ഡോക്ടർ ഹിബ നാസർ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടന്റ്, ഒലിവ് ഹോമിയോപ്പതി ക്ലിനിക്, കീഴ്ശ്ശേരി, മലപ്പുറം. വയറിന് അനുഭവപ്പെടുന്ന വേദന, എരിച്ചിൽ, പുകച്ചിൽ, ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഗ്യാസ്ട്രൈറ്റിസിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. ദഹന പ്രക്രിയക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഓർഗനാണ് ആമാശയം അല്ലെങ്കിൽ സ്റ്റൊമക്ക്. നമ്മൾ കഴിച്ച ഭക്ഷണം ആമാശയത്തിൽ എത്തുന്നു. എന്നിട്ട് ഈ അവിടുന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഗ്യാസ്ട്രിക് ആസിഡ്സും ജ്യൂസും ഒക്കെ വഴി അതിന് ദഹനം സംഭവിച്ചിട്ട് അത് പിന്നെ കുടലിലോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ആമാശയത്തിനുള്ളിലായിട്ട് ഒരു മ്യൂക്കോസൽ ലൈനിങ് ഉണ്ട്. അപ്പോൾ ഈ മ്യൂക്കോസൽ ലൈനിങ്ങിന് എന്തെങ്കിലും ഒരു ഡിസ്ട്രക്ഷൻ സംഭവിക്കുമ്പോൾ, ഈ മ്യൂക്കോസൽ ലൈനിങ് എന്ന് പറയുന്നത് ഈ ആമാശയത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതായത് ഗ്യാസ്ട്രിക് ആസിഡ്സ് എന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ലെയറാണ് ആ ഒരു മ്യൂക്കോസൽ ലൈനിങ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു നാശം സംഭവിക്കും, ഒരു ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്ന സമയത്താണ് ഗ്യാസ്ട്രൈറ്റിസ്. അവിടെ ഇൻഫ്ലമേഷൻസും നീർക്കെട്ടൊക്കെ സംഭവിക്കുന്നു. അങ്ങനെ വേദനയായിട്ട് അത് അനുഭവപ്പെടുന്നു. ഇത് അക്യൂട്ടായിട്ട് വരാം, അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട് വരാം. അക്യൂട്ട് എന്ന് പറയുമ്പം ഒരു കുറച്ച് ആഴ്ചകൾ കൊണ്ട് തന്നെ അത് മാറിപ്പോകും. ക്രോണിക് എന്ന് പറയുമ്പോൾ ഒരുപാട് നാളുകളായിട്ട് നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതൊരു ക്രോണിക് ആ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഇൻഫെക്ഷൻ, അതായത് എച്ച് പൈലോറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ഒരു ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ഒരു പ്രധാന കാരണം. ഒരു 50% ആളുകളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ഈ എച്ച് പൈലോറി ബാക്ടീരിയ കൊണ്ടുണ്ടാക്കുന്ന ഗ്യാസ്ട്രൈറ്റിസ്. അതുകൂടാതെ വൈറൽ ഇൻഫെക്ഷൻ മൂലം ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകാം. ആൽക്കഹോൾ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് എടുക്കുന്ന ആളുകളിലും ഇങ്ങനെ ഒരു ആമാശയത്തിൻ്റെ മ്യൂക്കോസൽ ലൈനിങ്ങിനെ നശിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെയാണ് പുകവലിയും ആൽക്കഹോളൊക്കെ സ്റ്റൊമക്കിൻ്റെ ലൈനിങ്ങിന് ഒരു ഡാമേജ് ഉണ്ടാക്കുന്ന സംഗതികളാണ്. അതുപോലെ തന്നെ വരുന്നൊരു റീസണാണ് ബൈൽ ആസിഡ് റിഫ്ലക്സ്, പാൻക്രാറ്റിക് സെക്രീഷൻ റിഫ്ലക്സ്. ഇതൊക്കെ കാരണം ഈ ഒരു ആമാശയത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാം. വേറൊരു റീസൺ എന്ന് പറയുന്നത് ഫുഡ് അലർജി. ചില ആളുകൾക്ക് പാലിനോടൊക്കെ അലർജി ആവും. ആ ഒരു അലർജി അല്ലെങ്കിൽ ഫുഡ് പോയ്സണിങ് കാരണം ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകാം. മറ്റൊരു പ്രധാന കാരണമാണ് സ്ട്രെസ്സ്. ഈ സ്ട്രെസ്സ് അമിതമായിട്ട് എടുക്കുന്ന ആളുകൾക്ക് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൂടും. അതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് കോർട്ടിസോളും ശരീരത്തിൽ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കോർട്ടിസോൾ ആമാശയത്തിലുള്ള ആസിഡ് സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഒരുപാട് ആസിഡ് സെക്രീഷൻ ഉണ്ടാക്കും. കാരണം ഭക്ഷണം ഇല്ലാത്ത സമയത്താണ് ഈ ആസിഡ് സെക്രീഷൻ ഉണ്ടാക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു മ്യൂക്കോസൽ ലൈനിങ്ങിന് ഇറോഷൻ സംഭവിക്കും. അങ്ങനെ ഈ ഒരു അവിടെ നീർക്കെട്ടും ഒക്കെ സംഭവിച്ച് ഈ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകും. ചില മെഡിക്കേഷൻസ്, നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, അതായത് പെയിൻ കില്ലേഴ്സ്, ഈ ടെമ്പറേച്ചറൊക്കെ കുറയ്ക്കാൻ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ്, ഈ നീർക്കെട്ടൊക്കെ തടയാൻ സഹായിക്കുന്ന മെഡിസിൻസ് ഒക്കെ ഒരുപാട് നാളുകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകളിലും ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഗ്യാസ്ട്രൈറ്റിസ് വന്ന ആളുകളിൽ പ്രത്യേകിച്ചും ഈ ഹെലിക്കോബാക്ടർ പൈലോറി നേരത്തെ പറഞ്ഞ ആ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണമൊക്കെയാണ് ചിലപ്പം പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കൂല. എന്നാലും ലക്ഷണങ്ങളിൽ പ്രധാനമായിട്ട് വരുന്നത് ഈ ഒരു വയറ്റിന് അനുഭവപ്പെടുന്ന പുകച്ചിൽ, ഭയങ്കര ബേണിംഗ് ആയിരിക്കും. വയറിന് മുകൾ വശത്ത് ഉണ്ടാകുന്ന ഒരു വേദന, അതായത് എപ്പിഗാസ്ട്രൽ റീജിയനിൽ അനുഭവപ്പെടുന്ന വേദന, ഓക്കാനം, ഛർദി, വിശപ്പ് കുറയുന്നൊരവസ്ഥ അല്ലെങ്കിൽ വിശപ്പ് ഒട്ടും ഇല്ലാത്തൊരവസ്ഥ, വയറിന് നല്ല പുകച്ചിലും എരിച്ചിലൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ നല്ല വേദനയും ഉണ്ടാകും. ഈ പുകച്ചിൽ എന്ന് പറയുമ്പം ചില ആളുകൾക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ രാത്രിയിലായിരിക്കും. അതുപോലെ തന്നെ വയറ് ഭയങ്കരമായിട്ട് വീർത്ത ഒരവസ്ഥ, നല്ല രീതിയിലുള്ള ഗ്യാസ്, ഏമ്പക്കം ഇടയ്ക്കിടയ്ക്ക് വരിക, അല്ലെങ്കിൽ ഹിക്കപ്സ്, എക്കിൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുക. വളരെ റെയറായിട്ട് ചിലപ്പം പനിയും കുളിരൊക്കെ ഉണ്ടാകും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇത് ട്രീറ്റ് ചെയ്ത് മാറ്റിയിട്ടില്ലെങ്കിൽ ആ ഒരു മ്യൂക്കോസൽ ലെയറിന് ഇറോഷൻ സംഭവിച്ച് അത് പിന്നെ വ്രണായിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ എന്തെങ്കിലും ഒരു അൾസറൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ചില കേസിൽ ബ്ലീഡിങ് ഉണ്ടാകും. അതായത് സ്റ്റൂൾ പാസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബ്ലാക്ക് കളറായിട്ടുള്ള സ്റ്റൂൾ പാസ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല ലൈറ്റ് കളറായിട്ടുള്ള റെഡ് കളറായിട്ടുള്ള ബ്ലഡ് സ്റ്റൂളിനോടൊപ്പം പോവുക, അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ബ്ലഡ് കാണുക. ഇങ്ങനെ ഈ ബ്ലഡ് കാണിക്കാനുള്ള റീസൺ ആമാശയത്തിൽ അവിടെ ഒരു ബ്ലീഡിങ് സംഭവിക്കുന്നത് കൊണ്ടാണ്. ചിലപ്പം പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻ അബ്സോർപ്ഷൻ നടക്കില്ല. അതായത് അയേൺ, വൈറ്റമിൻ B12 പോലെയുള്ള ന്യൂട്രിയൻസ് ഒന്നും പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അതുമൂലം രക്തക്കുറവ് ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. ക്ഷീണം ഉണ്ടാകാം, നല്ല രീതിയിൽ വെയിറ്റ് കുറയുന്നത് പോലെ അനുഭവപ്പെടാം. ചില കേസസിൽ ഇത് ക്യാൻസർ ആയിട്ടും മാറിയേക്കാം. പ്രത്യേകിച്ച് ഈ എച്ച് പൈലോറി ഇൻഫെക്ഷനൊക്കെ അത് ഒരുപാട് കാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷെ അത് ക്യാൻസറായി മാറിയേക്കാം. ഇതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എൻഡോസ്കോപ്പി ചെയ്യുന്നതോടൊപ്പം തന്നെ എച്ച് പൈലോറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ അല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റും അതിനോടൊപ്പം തന്നെ ചെയ്യും. ചില കേസസിൽ ഇൻഫെക്ഷൻ കൂടാതെ തന്നെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകും. അതായത് ബോഡിയുടെ ഇമ്മ്യൂൺ സെൽസ് ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു അവസ്ഥ. പ്രത്യേകിച്ച് ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള ആളുകളിൽ, അല്ലെങ്കിൽ ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഉള്ള ആളുകളിലൊക്കെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വയറിന് നീർക്കെട്ടും പ്രശ്നവും ഉള്ള ആളുകൾ
അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് ഭക്ഷണം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും എരിവുള്ള ഭക്ഷണം ഒഴിവാക്കണം. ചീസ്, നെയ്യ് പോലെയുള്ള ഫാറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കുന്നതാണ് നല്ലത്. ഫ്രൂട്ട്സിൽ ഈ സിട്രസ് ഫ്രൂട്ട്സ്, അതായത് ഓറഞ്ച്, നാരങ്ങ, അതുപോലെ തന്നെ ടൊമാറ്റോ മാക്സിമം അവർ കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. മൈദ പോലെയുള്ള ദഹിക്കാൻ ഒരുപാട് സമയം എടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. സോസസ് ഒഴിവാക്കുക. സോഡ, മറ്റ് ഷുഗർ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ പുറത്തുനിന്ന് കുടിക്കാറുണ്ടല്ലോ, അതൊക്കെ മാക്സിമം ഒഴിവാക്കുക. കേക്ക്സ്, ചോക്ലേറ്റ്സ്, ഇതിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ, ബിയർ, വൈൻ, ഇത് മാക്സിമം ഒഴിവാക്കുക. പുളിപ്പില്ലാത്ത ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. ആപ്പിൾ, ബനാന, പേരക്ക, പപ്പായ, അതുപോലെ തന്നെ പച്ചക്കറികൾ, ഇലക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. വാട്ടർമെലൺ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ തൈര്, പുളിപ്പില്ലാത്ത തൈരൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. മധുരക്കിഴങ്ങ് കഴിക്കുന്നത് നല്ലതാണ്. ഓട്സ്, ബ്രൗൺ റൈസ്, പംകിൻ, അതുപോലെ തന്നെ കരിഞ്ജീരകം കഴിക്കുന്നത് നല്ലതാണ്. ഈ ഭക്ഷണ രീതികൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ അയൺ, ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12 സപ്ലിമെന്റ്സ് ഒക്കെ ഇതിന്റെ കൂടെ എടുക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഗ്യാസ്ട്രൈറ്റിസുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ, എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. താങ്ക്